അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 22-ാം യൂണിറ്റിലെ ഹെന്ന മീനയെ കുറിച്ചാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. 1924 മാർച്ച് 9-നാണ് ഹെന്ന മീന ജനിക്കുന്നത്. സിറിയയിലെ ഒരു കടലോര പ്രദേശമായിട്ടുള്ള ലാദിക്കിയയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാനപ്പേര് കൂടിയുണ്ട്, ഷേഖുൽ റിവായത്തി സൂരിയ. ആ ഒരു പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്തു നോക്കിയെങ്കിലും ഒരു ജോലിയിലും അദ്ദേഹത്തിൻ്റെ വിജയം കണ്ടെത്താനായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ 3 പെങ്ങന്മാരും ഒരുപാട് പണക്കാരുടെ കുടുംബങ്ങളിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം വീട്ടുജോലികളൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും അവരുടെ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് അവർക്ക് വിട്ടുകിടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7-ാം വയസ്സിൽ പ്രാഥമിക പഠനത്തിന് വേണ്ടിയിട്ട് മദ്രസ്തു ഓക്തദോസിയ ആ ഒരു മദ്രസയിൽ അദ്ദേഹം ചേരുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അദ്ദേഹം 4 വർഷങ്ങൾക്ക് ശേഷമാണ് മദ്രസത്തു റാഷിദിയയിൽ ചേരുന്നത്. പിന്നീട് അവിടെ വെച്ച് അദ്ദേഹം ബിരുദം നേടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അറിവിൽ ആ സൂര്യയിൽ തന്നെ ഏറ്റവും വലിയ ബിരുദം അതായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനായിരുന്നു ഏക ഹർഫ് അറിയുന്ന ആൾ അദ്ദേഹമായിരുന്നു. മറ്റാർക്കും ഹർഫ് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ദുർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പയോടുകൂടെ ഒരുപാട് ജോലികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹം ഈ കടൽ തീരത്ത് തുറമുഖത്തിലൊക്കെ ചുമട്ടു തൊഴിലാളിയായിട്ട്, അതേപോലെ തന്നെ കടലിലേക്ക് നാവികനായിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ബാർബറായിട്ടും സൈക്കിൾ നന്നാക്കുന്ന വർക്ക്ഷോപ്പിലും, പിന്നീട് ഫാർമസിസ്റ്റായിട്ടും, പിന്നീട് വലിയ വലിയ സമ്പന്നന്മാരുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ പരിപാലിക്കുന്ന ആളായിട്ടും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം സൗത്ത് ഷാബ് സൂരിയ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പത്രം വിൽപ്പന ചെയ്യുന്ന ജോലി കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ദേഷ്യമായി. കാരണം അവർക്കെതിരായിട്ട് എഴുതുന്ന പത്രമായിരുന്നു ഈ സൗത്ത് ഷാബ് സൂരിയ എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഫ്രാൻസ് കോളനൈസേഴ്സിന് എതിരായിട്ട് ഒരുപാട് പോരാട്ടങ്ങൾ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല പ്രാവശ്യം ജയിലിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അക്ഷരങ്ങളോടൊക്കെ വളരെയധികം താല്പര്യമായിരുന്നു. ഈ സാഹിത്യത്തിനോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ 1945 അദ്ദേഹത്തിന് ദിമഷ്കിലുണ്ടായിരുന്ന സ്വഹൈഫത്തുൽ ഇൻഷാ എന്ന് പറയുന്ന ഒരു പത്രം, ആ ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം റേഡിയോ സീരീസുകളും എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കം ചെറുകഥകൾ, ഷോർട്ട് സ്റ്റോറികൾ എഴുതിയിട്ടായിരുന്നു. അദ്ദേഹം അത് എഴുതുകയും സുഹഫ ഷൂരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പത്രത്തിൽ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരുപാട് നോവലുകൾ എഴുതാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിരുന്നത് അൽ മസാബിയു സുർക്ക് എന്ന് പറയുന്ന നോവലായിരുന്നു. 1954 അദ്ദേഹം അത് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നോവലുകളുടെയും അതേപോലെ തന്നെ കഥകളുടെയും ഒക്കെ ഒരു പ്ലോട്ടും തീമും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളായിട്ടൊക്കെ അദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം നോവലുകളൊക്കെ അത് കടലുമായിട്ടും അതേപോലെ തന്നെ കടൽ തീരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു. കാരണം അദ്ദേഹം കടലിലും ജോലി ചെയ്ത ഒരാളാണല്ലോ അദ്ദേഹം. അതേപോലെ തന്നെ ഒരു തുറമുഖങ്ങളിൽ ചുമട്ടു തൊഴിലാളിയായിട്ട് ജോലി ചെയ്ത ആളാണല്ലോ അദ്ദേഹം. ചിലപ്പോഴൊക്കെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, എൻ്റെ ഇൻസ്പിറേഷൻ്റെ ഉറവിടം അത് കടലാണ്. എൻ്റെ എല്ലാ കൃതികളും അത് ആർത്തിരുമ്പുന്ന തിരമാലകളുടെ നനവുണ്ടായിരിക്കും. എൻ്റെ എല്ലാ കൃതികൾക്കും ആ തിരമാലകളുടെ ഒരു നനവുണ്ടായിരിക്കും. അദ്ദേഹം പ്രധാനമായിട്ടും ഈ പാവപ്പെട്ട ആളുകളുടെയും അതേപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെയും എല്ലാം കഥകളായിരിക്കും അദ്ദേഹം എഴുതുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മുഅരിഹൽ ഫുഖറാഇ വൽ മുൽതഹിദീൻ, അഥവാ അടിച്ചമർത്തപ്പെട്ടവരുടെയും അതേപോലെ തന്നെ പാവങ്ങളുടെയും ചരിത്രം എഴുതുന്ന ആളെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ ഏകദേശം 17ഓളം അന്യഭാഷകളിലേക്ക്, ഫോറിൻ ലാംഗ്വേജുകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൃതികൾ സിനിമയാക്കപ്പെടുകയും ടെലിവിഷൻ സീരീസുകളായി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സാഹിത്യ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിലൊന്നായിട്ടുള്ളതാണ് ജായത്തു മജ്ലിസുൽ ആല അലി സഖാഫത്തി വൽ ആദാബി വൽ ഉലൂം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഷ്റാ വൽ ആസിഫ എന്ന് പറയുന്ന ഒരു നോവലിനായിരുന്നു ഈ ഒരു അവാർഡ് ലഭിച്ചിരുന്നത്. 1968 ഇത് ലഭിച്ചിട്ടുള്ളത്. 1991 അദ്ദേഹത്തിൻ്റെ നോവൽ മേഖലയിലുള്ള സംഭാവനകൾക്കായിട്ട് അദ്ദേഹത്തിന് ജായിസത്ത് സുൽത്താനുൽ അവീസ് എന്ന് പറയുന്ന അവാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. പിന്നീട് 1993 ഇറ്റലി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല കൃതി എന്നുള്ള
രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഷിറാവുൽ ഒൽ ആസിഫ എന്ന് പറയുന്ന കൃതിക്ക് ജായിസത്തുൽ മജ്ലിസു സഖാഫി അവാർഡും നേടുന്നുണ്ട്. പിന്നീട് ഏറ്റവും നല്ല അറബി സാഹിത്യകാരന് ലഭിക്കുന്നുള്ള ജായിസത്തുൽ നജീബ് അദ്ദേഹത്തിന് 2006 കരസ്ഥമാവുന്നുണ്ട്. പിന്നീട് അവസാന പാരഗ്രാഫിൽ പറയുന്നത് 1951 റാബിയത്തുൽ കിതാബ് സൂരിയൻ അഥവാ സിറിയൻ ഒറൈറ്റേഴ്സ് ലീഗ് അത് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിഹാദ് കുതാബിൽ അറബ് അത് 1969 സ്ഥാപിക്കുന്നത്. അത് സ്ഥാപിക്കുന്നതിലും അദ്ദേഹം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേരിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ 1-2 നമുക്ക് പഠിച്ചു വെക്കാം. ഒന്നാമത് അൽ മസാബിഹു സുർഖി എന്നുള്ളതാണ്. അത് റഷ്യൻ അതേപോലെ തന്നെ ചൈനീസ് ഭാഷകളിലൊക്കെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തായിട്ടുള്ളത് അഷ്റാഉൽ ആസിഫ, മൂന്നാമത് അസ്സൽജു യഅതി മിനൻ നാഫിദ. ഈ 3 തൽക്കാലത്തേക്ക് നമുക്ക് പഠിച്ചു വെക്കാം. പിന്നീട് അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ അസ്സൽജു യഅതി മിനൻ നാഫിദ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം കൂടെ കൊടുക്കുന്നുണ്ട്. അസ്സൽജു യഅതി മിനൻ നാഫിദ. ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് ഖലീൽ എന്ന് പറയുന്നത് വളരെയധികം സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവന് ഒരു സൈക്കിൾ ഉണ്ട്. പക്ഷെ ആ സൈക്കിളാണെങ്കിലോ വളരെയധികം പഴക്കം ചെന്നിട്ടുള്ള ഒരു സൈക്കിളാണ്. അങ്ങനെ പഴക്കം ചെന്നെങ്കിൽ എന്താ, ആ ഒരു കോളനിയിൽ ഖലീലിന് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ആ കോളനിയിൽ എഴുത്തും വായനയും അറിയുന്നത് ഈ ഖലീലിന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഖലീലിനോട് പ്രത്യേക ഒരു ആകർഷണവും ഇഷ്ടമായിരുന്നു. പക്ഷെ ഖലീലാണെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. അവൻ്റെ ഉമ്മ ഈ പെൺകുട്ടികളോടൊക്കെ പറയും ഖലീലിന് ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം വളരെയധികം വിഷമിക്കുകയും ചെയ്യും. ഖലീലിൻ്റെ ഉമ്മ ഈ കപ്പലിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവൻ്റെ ഉപ്പയാണെങ്കിലോ വളരെയധികം പ്രായം ചെന്നിട്ടുള്ള ഉപ്പയാണ്. അദ്ദേഹത്തിന് ഒരു ഉന്തുവണ്ടിയുണ്ട്. ആ ഉന്തുവണ്ടിയെ ഒരു പ്രായം ചെന്നിട്ടുള്ള കുതിരയുമാണ് വലിക്കുന്നത്. ചുരുക്കത്തിൽ കേടുവരാനായിട്ടുള്ള ചാവാനായ ഒരു കുതിര വലിക്കുന്ന ഒരു കേട് വന്നിട്ടുള്ള ഒരു ഉന്തുവണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്കുണ്ടായിരുന്നത്. അവർ ചെറിയ ധാന്യങ്ങളും അതേപോലെ തന്നെ കല്ലുകളും എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമായിരുന്നു അത്. ഭാരമുള്ള ജോലികളൊന്നും അവർ അതുകൊണ്ട് എടുക്കുമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഈ നാട്ടിലുണ്ടായിരുന്ന കോളനിയിൽ ഉണ്ടായിരുന്ന ഫയ്യാദും അതേപോലെ തന്നെ അവൻ്റെ സുഹൃത്തുക്കളും അവരൊക്കെ ചെറിയ മക്കളാണ്. അവരൊക്കെ ഈ രാവിലെ ആവുന്ന സമയത്ത് ഈ ഖലീലിൻ്റെ ഉപ്പയും കാത്തിരിക്കും. ഖലീലിൻ്റെ ഉപ്പയുടെ അറബ വണ്ടിയിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അവരങ്ങനെ ഖലീലിൻ്റെ ഉപ്പയുടെ അറബ വണ്ടിയിൽ കയറിയിട്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു മരം കൊണ്ടുള്ള ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ കയറിയിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകാറുള്ളത്. അവർ അതിൽ വളരെയധികം സന്തോഷവാന്മാരുമായിരുന്നു. ഈ കല്ലിട്ടിട്ടുള്ള റോഡിൽ ഈ അറബയുടെ ചക്രം, അത് ഇരുമ്പ് കൊണ്ടുള്ള ചക്രമാണ്. ഈ ഇരുമ്പ് ചക്രം ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വയറിൽ, ഒരു കറണ്ടുള്ള വയറിൽ ഒരു കുട്ടി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലുള്ള ഇളക്കം ഉണ്ടാവും. എങ്കിലും അവരെന്താണ്, വളരെയധികം സന്തോഷവാന്മാരാണ്. അവർ മദ്രസയിൽ പോയിട്ട് പറയും ഞങ്ങൾ ഇന്ന് അറബിയിലാട്ടോ വന്നത്, അങ്ങനെ പറയുമായിരുന്നു. ഒരു ദിവസം കോളനിക്കാരെല്ലാം രാവിലെ തന്നെ വിരൂപമായിട്ടുള്ള അദൃശ്യകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. നമ്മുടെ ഖലീലിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ജോലിക്കാരോട് കൂടെ അവന് ഗാലപ്പോയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെല്ലാം ഇത് കേട്ടപ്പോൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ഖലീലിൻ്റെ ഉപ്പയാണെങ്കിൽ ഒരു അറബയൊക്കെ ഓട്ടി നടക്കുന്ന ഒരാളുമാണ്. അതേപോലെ തന്നെ ഖലീലാണെങ്കിൽ അവരുടെ ഏക മകനുമാണ്. ഖലീലിൻ്റെ ഉമ്മ അതിനെപ്പറ്റി പറയുന്നത്, അവൻ്റെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത് വദയദഹു ഫിന്നാർ, അവൻ്റെ കൈ എന്താണ് തീയിൽ വെച്ചു എന്നാണ് അവൻ്റെ ഉമ്മ പറയുന്നത്. ഫയ്യാദ്, നമ്മൾ ഈ ചെറിയ കുട്ടിയായിട്ടുള്ള ഫയ്യാദ് ഖലീലിൻ്റെ ഉപ്പയോട് പോയി ചോദിച്ചു എന്തിനാണ് ഖലീലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖലീലിൻ്റെ ഉപ്പ പറഞ്ഞത് അവനെന്താണ് സിൻഡിക്കേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സമരം ചെയ്യുകയും അതിനൊക്കെ വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാരണത്താലാണ് ഖലീലിനെ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഗാലപ്പോയിലേക്ക് അയച്ചിട്ടുമുള്ളത്. ആ ഒരു സമയത്ത് ഈ ക്രിസ്ത്യാനികൾ കുരിശു വരക്കുന്നത് പോലെ അവർ വായുവിൽ കുരിശു വരക്കുമല്ലോ, അതുപോലെ ഖലീലിൻ്റെ ഉമ്മ വായുവിലൊരു കുരിശു വരച്ചു. എന്നിട്ട് സംസാരം നിർത്തിയാണ്ട് പോയി. എന്നാൽ ഈ ഫയ്യാദിനൊന്നും മനസ്സിലായതുമില്ല. പിന്നീട് വൈകുന്നേര സമയത്ത് ഈ ഫയ്യാദിൻ്റെ സഹോദരി ഇങ്ങനെ അട്ടഹസിച്ച് കരയുന്നുണ്ട്. കാരണം ഇവള് ഫദൂഖിയ എന്ന് പറയുന്ന ഒരു ടൈലറുടെ അടുക്കൽ ഇവളുടെ പെരുന്നാൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ പെരുന്നാൾ ഡ്രസ്സിൻ്റെ നിറം ചുവപ്പായിരുന്നു. എന്നാൽ ഈ ഫദൂഖിയയുടെ സഹോദരനായിട്ടുള്ള ആഫീഫ് ഒരു വിപ്ലവത്തിൽ, ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമരത്തിൽ ഇവരെല്ലാവരും, മെയിൻ്റെ തുടക്കത്തിലായിരുന്നു ആ സമരം നടന്നത്. ആ സമരത്തിൽ ഇവരെല്ലാവരും ഇലക്ട്രിക് ലൈനിൽ പോയിട്ട് ചുവന്ന നിറത്തിലുള്ള കൊടികൾ കെട്ടിയിരുന്നു. ഇപ്പോൾ പോലീസ് വന്ന് അഫീഫിനെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ തെളിവായിട്ട്, ചുവപ്പ് കൊടികളാണല്ലോ കെട്ടിയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ തെളിവായിട്ട് ചുവപ്പ് കൊടികളൊക്കെ എടുത്ത കൂട്ടത്തിൽ ഇവളുടെ ചുവന്ന വസ്ത്രം കൂടെ, പെരുന്നാൾ വസ്ത്രം കൂടെ പോലീസ് എടുത്തുപോയി. അതിനാണ് ഇവൾ ഈ രീതിയിൽ കരയുന്നത്. ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട് പോലീസ്
ഈ കോളനി ആക്രമിക്കും, മുഴുവനായിട്ടും ആക്രമിക്കും എന്ന് ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പോലീസ് ആക്രമിക്കുന്നത്? ഈ ചുവപ്പ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം വലിയൊരു ശബ്ദം കേട്ടു. എല്ലാവരും അവരുടെ ചുവപ്പ് വസ്ത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ ബുഷീറിൻ്റെ ഉമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുക്കൽ ചുവപ്പ് വസ്ത്രം ഉണ്ടല്ലോ. അന്നേരം അവളുടെ സഹോദരി പറഞ്ഞു, നീ ആരോടും പറയണ്ട, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഈ ബുഷീറിൻ്റെ സഹോദരി എന്ന് പറയുന്നത് നമ്മുടെ ഖലീലിൻ്റെ ഉമ്മയെ കൂടിയാണ്, ഖലീലാണ്. അപ്പോൾ ഖലീൽ പറഞ്ഞു, നീ അത് എടുത്തു വെച്ചോ, നീ ആ ചുവപ്പ് വസ്ത്രം ധരിച്ചാണ് എന്ത് ചെയ്യരുത്, പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീയും ഈ വിപ്ലവകാരികളുടെ കൂട്ടത്തിലുള്ളതാണെന്ന് വിചാരിച്ചാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ബഷീർ എന്ന് പറയുന്നത് ഈ അറോസ് സൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി മധുരം പാക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിലെ ജോലിക്കാരിയാണ് ബഷീർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 5ഓളം യതീം കുട്ടികളെ പോറ്റുന്ന ഒരു വിധവയായിട്ടുള്ള സ്ത്രീ കൂടിയാണ് ബഷീർ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ചുവന്ന വസ്ത്രമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ഖലീൽ പറഞ്ഞു, അവളുടെ സഹോദരിയാണ് ഖലീൽ പറഞ്ഞു, നീ അങ്ങനെ വിഡ്ഢിത്തരൊന്നും കാണിക്കരുത്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് എടുത്തിടരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബഷീർ അതൊരിക്കലും കാര്യമാക്കിയില്ല. മറിച്ച് ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ചാലഞ്ചിങ് ഇതാണ് ബഷീറിന് ഉണ്ടായത്. അങ്ങനെ ബഷീർ എന്ത് ചെയ്തു, ആ ചുവന്ന വസ്ത്രം ധരിക്കുകയും ചെയ്തു. പിന്നീട് അവളെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾ ആലപ്പുഴയിലേക്ക് അവളെ നാട് കടത്തുന്നതിന് മുമ്പ്, അവൾ ജയിലിലായിട്ടുള്ള സമയത്ത് ഈ ഖലീലായിരുന്നു ബഷീറിനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില ആളുകളൊക്കെ ഈ ബഷീർ ചെയ്ത എന്താണ്, ബഷീറിൻ്റെ ധീരതയാണോ അല്ലെങ്കിൽ അത് പൊട്ടത്തരായി പോയോ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ടായി, ഈ കോളനിയിലുള്ള ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. ഏതായാലും സിമ്പിളാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആശയം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.